ആമസോണിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യട്ടെ. എല്ലാ പടത്തിലും ഡബിംഗ് കിതപ്പ് ഡയലോഗ് കട്ട് ചെയ്ത് കളയുന്നത് ഇതില് മാത്രം വെച്ചതാ. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ഒരു സിനാരിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ ആ ക്യാരക്ടറിനെ ഫേസ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? അല്ല നമ്മള് എന്താ പറയാ സെൽഫ് അതിനെപ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറയില്ല. അതിനുശേഷം അത്രയും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഈ മനുഷ്യന് ശരിക്കും കഴിവുണ്ടെന്ന് തെളിയിച്ച് ഒരുപാട് നന്ദി. ചോദിക്കാനുള്ളത് ഈ കുൽസിത് പ്രിയനായിട്ടുള്ള ധ്യാൻ ചേട്ടനും ഒരുമിപ്പിക്കാനുള്ള ഐഡിയ അത് ഇത്ര വർക്ക് ആവുന്നത് എങ്ങനെയായിരുന്നു? അല്ല സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവര് ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവര് വന്നു കഴിഞ്ഞാൽ സിംഗാവും. പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാന അപ്പുവിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട്. അപ്പൊ ഒരു സിങ്ക് ഉണ്ട്. അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പോയിക്കോളും തോന്നി. ആദ്യ ദിവസം തന്നെ അത് നടത്തും. ആയിട്ടുള്ള ക്യാരക്ടർ ആണല്ലോ. അപ്പം ഏജ്ഡ് ആയിട്ടുള്ള പോർഷനിൽ പോലും ഡബ് ചെയ്യുമ്പോഴും പോലും ചെറിയ കിതപ്പും ഒരു ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടൊക്കെ അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഞാനായിട്ടുള്ള ശ്രദ്ധിച്ചിരുന്നു കാര്യമായിട്ട്. അല്ല ഞാൻ പറഞ്ഞ നമ്മള് കുറച്ച് ക്ലോസ് ടു ദ മൈക്ക് നമ്മളിപ്പോ കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ. നമ്മള് ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം. അത് ആക്ച്വലി ഭയങ്കര പണിയുള്ള പരിപാടിയൊന്നുമല്ല. ഏട്ടനപ്പം ക്ലോസ് മൈക്ക് ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ പുറത്തുനിന്ന് 2 സെക്കൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബേസ് കൂടും. ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ ആ പോർഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഡബിൽ വരാൻ നേരത്ത് ബേസിക്കലി അത് എങ്ങനെ ഫോളോ ചെയ്തിരുന്നു? എല്ലാ പടത്തിലും ഡബിംഗ് കിതപ്പ് ഡയലോഗ് കട്ട് ചെയ്ത് കളയുന്നത് ഇതില് മാത്രം വെച്ചതാ. മനസ്സിലായില്ലേ? ആമസോണിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യട്ടെ. മോഹൻലാലിന്റെ ട്രോളുണ്ട്, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ട്രോളുണ്ട്. എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ട് ഫേവറിസം നെപ്പോട്ടിസത്തിൽ തന്നെ നിങ്ങൾ തന്നെ ട്രോളുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിങ് ആവുന്ന ഈ സെൽഫ് ട്രോൾ പരിപാടി കൊണ്ടാണ്. ആ ഐഡിയ അത് എങ്ങനെയാ രൂപപ്പെട്ടത്? അല്ല അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും. നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ. അത് അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റവന്റെ മകൻ പോരെ. ഇത് രണ്ടും ഒന്നാണ്. സോറി. ഇനി ദണ്ഡി യാത്ര ധ്യാനിന്റെ കൂടെ ഒരു സബ്ജക്ട്. അനിയനെ കുറിച്ച് കാര്യങ്ങൾ അനിയനെ കുറിച്ചുള്ള ഒരു അഭിമാനം അങ്ങനെ ചോദിച്ചു പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ. നല്ല അഭിപ്രായമാണ്. അല്ല അവൻ നന്നായി ചെയ്തിട്ടുണ്ട്. ധ്യാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട്. സിനിമാറ്റോഗ്രാഫർ വിശ്വൻ ഇവിടെ ഇല്ല. പിന്നെ അപ്പു ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ, റോണിക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റ് ആയിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ധ്യാനം അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുക. ഇത് പുള്ളി ചെയ്യാൻ പറ്റും. നമ്മളിത്
ഇവരാണ് എന്താ പറയാ ഈ ഓൾഡർ ഏജ് പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ എല്ലാവരും "അത് ശരിയാവോ അത് ശരിയാവോ അത് ശരിയാവോ", ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ, കാരണം നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു. ഇപ്പൊ ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാന്റെ മാത്രം വിട്ടിട്ട് അപ്പുവിൻ്റെ ഹോൾഡ് ചെയ്ത് വെച്ച്, അതും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യം അതുകൊണ്ടാണ്. കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ യങ് ആയിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത്. റോണിക്സ് ഒരു വലിയ ഒരു ടാസ്ക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം, വിശ്വന്റെ സിനിമാറ്റോഗ്രാഫി, സ്ട്രിക് വാരിയറിന്റെ കളർ ഗ്രേഡിങ്, നമ്മുടെ സിംഗ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ. എന്റെ അമ്മോ, ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സച്ചിൻ അതിന്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്കും. അപ്പോൾ സച്ചിൻ, താങ്ക് യു സോ മച്ച്. ജേക്കബിന്റെ സ്വർഗരാജൻ തൊട്ട് എന്റെ കൂടെ ഉണ്ട്. ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സച്ചിനാണ്. അപ്പോ എന്റെ എല്ലാ ട്രേഡ് സീക്രട്സും അറിയുന്ന ഒരാളാണ് സച്ചിൻ. അപ്പൊ അതുപോലെ അമൃത്തിന്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് അമൃത്തിന്റെ മ്യൂസിക് ആണ്. പിന്നെ അപ്പു, പിന്നെ അജു അജു അതെ കറക്റ്റ്. അപ്പൊ ഡയറക്ടർ ഇപ്പൊ ഈ പടം കാണാം. അതെ ലാലേട്ടൻ